ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇവിടെ സ്പ്രിങ് ആയിട്ടോ, അതുകൊണ്ട് തന്നെ നേരമൊക്കെ നേരത്തെ തന്നെ വെളുത്തു തുടങ്ങി. വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ 8 മണി ആയാലും നേരം വെളുക്കൂലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേക്കും നേരം വെളുത്തു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ്സിന് ഓൺ ടൈം തന്നെ വന്നു കേട്ടോ. 7:09 7:08 തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇത് നമ്മൾ രണ്ടാമത്തെ ബസ്സിലാണ്. എനിക്ക് 2 ബസ് കയറണം കേട്ടോ. അധികം ദൂരമില്ല, പക്ഷെ 2 ബസ് കയറണം. അതുപോലെ രണ്ടാമത്തെ ബസ് 7:28 ഇനിയിപ്പോൾ 2 മിനിറ്റിൽ ബസ് എടുക്കും. ഞാൻ എത്തി ജോലിയിൽ. പതിവ് പോലെ ഇന്ന് ഇത് നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെയുള്ളൊരു കുഞ്ഞു മിററാട്ടോ, അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാം. ഒരിടയ്ക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ വരെ ഉണ്ടായിരുന്നു. ഈ കണ്ണാടിയിൽ സെൽഫി ഏറ്റവും നന്നായിട്ട് എടുക്കുന്നത് ആരാണോ അവർക്ക് സമ്മാനം എന്നും പറഞ്ഞിട്ട്. ഈ ഒരു വാളുണ്ടല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ സർവീസ്, അതായത് ഏറ്റവും കൂടുതൽ നാളായിട്ട് ഐക്യയിൽ നിൽക്കുന്നവരുടെ ഫോട്ടോ ആണ്. 5 വർഷം തികച്ചിട്ടുള്ളവരുടെ മുതലുള്ള ഫോട്ടോ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പതിപോലെ യൂണിഫോമിലേക്ക് മാറി രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് കോസ്കോന്ന് വാങ്ങിച്ച ചീസ് ബണ്ണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം. നല്ല ബസ്സുണ്ടാവും. ഇത് ലഞ്ച് റൂമിൽ വന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് സ്റ്റോക്കിംഗ് ആണ്. ഈ സ്റ്റോക്കിങ്ങിൻ്റെ സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ പരിപാടിയിലേക്കൊക്കെ കടന്നു. വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാം സെയിം അതേ സംഭവങ്ങൾ തന്നെ. ഇതിപ്പോൾ അവരവിടെ ഒരു കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ കിച്ചൺ. അത് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. ഇതുണ്ടല്ലോ, ഇത് കസ്റ്റമേഴ്സിനുള്ള എലവേറ്റർ അല്ല കേട്ടോ, ഇത് എംപ്ലോയീസിനുള്ളതാണ്. അതും ഫുഡിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. ഇത് കണ്ടിട്ട് ഇത് ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പെട്ടല്ലോ, ഞെട്ടിപ്പോയി. പേടിയായത് എന്തൊട്ട് സംഭവം എന്ന് ആലോചിച്ചിട്ട്. ഈ സ്ട്രേഞ്ചർ തിങ്സിൽ ലാബിൽ ലിഫ്റ്റ് തുറക്കണ പോലെയാ. ഇവിടെ നമ്മൾ വീട്ടിലെത്തി. ജോമോൻ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിവിടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഐക്യയുടെ അടുത്ത് തന്നെയാണ് ആ കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ എന്നെ വിളിക്കാൻ വന്നു, പിക്ക് ചെയ്തു എന്നെ. അതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തി. ബസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു 5 മണി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ. നമ്മൾ പതിവ് പോലെ ചായയും കുടിച്ച് CID കണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് സ്ട്രേഞ്ചർ തിങ്സൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണുമല്ലോ എന്നുള്ളത് അറിയില്ല. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുള്ള കേട്ടോ, ചായക്ക് എനിക്ക് കറുമുറു ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചായ എനിക്ക് കുടിച്ച ഒരു സുഖം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്കോട. നല്ല ക്രിസ്പായിരുന്നു, കറുമുറുന്നായിരുന്നു ഉണ്ടായിരുന്നത്. അത് So that's the one who's gonna die. പിന്നെ നമ്മുടെ നോർമൽ പരിപാടികളിലേക്കൊക്കെ കടന്നു കേട്ടോ. ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചു പടപടയെന്ന്. ഇന്ന് അത്ര വലിയ ഡേ ഇൻ മൈ ലൈഫ് അല്ല, കുഞ്ഞിതാ. 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് സമയം എത്ര ഉണ്ടെന്ന് നോക്കിയത്, എത്ര നീളം ഉണ്ടെന്ന് നോക്കിയപ്പോൾ കുഞ്ഞു തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.